ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ന്യൂ സെഷൻ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ യൂണിറ്റ് നമ്പർ 1 എന്തൊക്കെയാ പഠിച്ചതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാനൊരു ചെറിയ സമ്മപ്പ് പോലെ പറയാം, നിങ്ങൾ ഒന്ന് ഓർത്തെടുക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് ക്ലാസ്സിൽ, അതായത് യൂണിറ്റ് നമ്പർ 1 നമ്മൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എങ്ങനെയായിരുന്നു, അതിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കണ്ടത്. അത് 4 ഫേസസിലായിട്ടാണ് നടക്കുന്നത് കണ്ടു അല്ലെ. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിന്റെ ഇൻട്രൊഡക്ഷൻ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നും അതിന്റെ ഒരു എവല്യൂഷൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളത് എങ്ങനെയാണെന്നുള്ള ആ ഒരു എവല്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചു. അതും 4 ഫേസസിലായിട്ടാണ് പഠിച്ചത്. ഫസ്റ്റ് ഫേസിൽ എന്തായിരുന്നു? മാക്കുല എന്ന് പറഞ്ഞ TB മാക്കുലയുടെ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ. അങ്ങനെ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ കമ്പൽസറി ആക്കുന്നു. സെക്കൻഡ് ഫേസിൽ നമ്മൾ കണ്ടു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി കുറെ പേര് ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് ആയി. ആൻഡ് വാട്ട് ഹാപ്പൻഡ്, അവർ കൂടുതൽ പേര് വായിക്കാനും എഴുതാനും ഒക്കെ ആയിട്ട് തുടങ്ങി അല്ലെ. ലിറ്ററേച്ചർ കൂടുതൽ ഇംഗ്ലീഷിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. തേർഡ് ഫേസിലോ ഈ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തിരിച്ചടി പോലെ നാഷണലിസ്റ്റിക് സ്പിരിറ്റ് വന്നു അല്ലെ. അങ്ങനെ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഒക്കെ ടൈം വന്നു. അപ്പോൾ എന്താ സംഭവിച്ചത്? അപ്പോൾ കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷിനെ സൈഡ് ലൈൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? റീജിയണൽ ലാംഗ്വേജസിനെ അക്സെപ്റ്റ് ചെയ്ത് അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നോക്കി. എന്നാൽ ഫോർത്ത് ഫേസിൽ, ഫൈനൽ ഫേസിലേക്ക് വന്നപ്പോഴത്തേക്കും നേരെ തിരിഞ്ഞു അല്ലെ. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ സ്റ്റാൻഡർഡൈസ്ഡ് ആക്കി അതിനെ കംപ്ലീറ്റ് ആയിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എറയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തു. ഈ ഒരു ഡെവലപ്മെന്റ് നമ്മൾ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറയില് ഇംഗ്ലീഷിന്റെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്ത മൂന്ന് വ്യക്തികളെ പറ്റിയിട്ടാണ്. 3 പേഴ്സണാലിറ്റീസിനെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ പറ്റിയിട്ടാണ്. അവരാരൊക്കെയാണ്? മാക്കുലെ, രാജാറാം മോഹൻ റോയ് ആൻഡ് ചാൾസ് ഇ ട്രെവലിയൻ. ഇവര് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്ലാസ്സിനെ 2 യൂണിറ്റ്സ് ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഇതായിരിക്കും, സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇതിന്റെ ഫോളോ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ 3 പേഴ്സണാലിറ്റീസിനെ പറ്റിയാണ്. ഇവര് വളരെ ഇന്റഗ്രൽ ആയിട്ടുള്ള ഒരു റോള് പ്ലേ ചെയ്തിട്ടുണ്ട് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനും ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇവിടുത്തെ ഒരു ഇൻട്രൊഡക്ഷനും വേണ്ടിയിട്ടൊക്കെ. അപ്പൊ ഇവരുടെ 3 പേരുടെ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും നമ്മൾ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് തന്നെ രാജാറാം മോഹൻ റോയുടെ ലെറ്റർ ടു ലോർഡ് ആംഹേഴ്സ്റ്റ്, പിന്നെ മാക്കുലയുടെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. അത് നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിലും വന്ന് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അതിന് ഞാൻ തന്നിരുന്നു അല്ലെ, ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. പിന്നെ CE ട്രെവലിയന്റെ ഓൺ ദ എഡ്യൂക്കേഷൻ ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഈ 3 ഡോക്യുമെന്റ്സും അതേപോലെ തന്നെ ഈ 3 പേഴ്സണാലിറ്റീസിന്റെ റോളുമായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയട്ടെ. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് ഏകദേശം ഇൻട്രൊഡ്യൂസ് ചെയ്തത് എപ്പോഴാണ്? ഏകദേശം ഒരു 200 സെഞ്ചുറീസിന് മുമ്പാണ് അല്ലെ. അത്രത്തോളം കാലമായി. എന്നാൽ ഒരു കറക്റ്റ് ഡേറ്റ് പറയണമെങ്കിൽ, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എപ്പോൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് പറയണമെങ്കിൽ, അതിന്റെ ഒരു ബിഗിനിങ് എന്ന് വേണമെങ്കിൽ നമുക്ക് ദ ഇയർ 1835 മാർക്ക് ചെയ്യാം. 1835 ഇമ്പോർട്ടൻസ് എന്താ? മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ അല്ലെ, മാക്കുലയുടെ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ പബ്ലിഷ് ചെയ്ത ഇയർ ആണ് 1835. എന്നാൽ 1835 ഇത് കമ്പൽസറി ആക്കുന്നതിന് മുമ്പ് തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഇൻ ഇംഗ്ലീഷ് അത് ഏകദേശം സ്പ്രെഡ് ചെയ്തിരുന്നു. അതായത് കൊളോണിയലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ വന്ന് അത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എല്ലാവർക്കും പതുക്കെ പതുക്കെ കൊടുക്കാൻ തുടങ്ങിയത് സ്ലോ ആയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ആണിത്. പക്ഷെ എന്നിരുന്നാലും 1835 നമുക്കൊരു ഇയർ ആയിട്ട് മാർക്ക് ചെയ്യാം. മുഴുവനായിട്ടും ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ ആ ഒരു പ്രോഗ്രസ് നമ്മൾ നോക്കുമ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കുന്ന ഒരു പീരീഡ്. ആൻഡ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കുന്നത് എങ്ങനെയാണ്? അതൊരു പ്രാക്ടിക്കൽ വശമുണ്ടല്ലേ, അത് അപ്ലൈ ചെയ്യുന്ന ഒരു വശമുണ്ട്. എങ്ങനെയൊക്കെയാണത്? പോളിസീസ്, പുതിയ എഡ്യൂക്കേഷൻ പോളിസീസ് കൊണ്ടുവരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഈ കൊളനൈസേഴ്സ് തന്നെ ഈ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, യൂറോപ്യൻ സയൻസസും യൂറോപ്യൻ ലിറ്ററേച്ചറും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യുന്നു. ഇങ്ങനെ 2 രീതിയിലായിട്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ്ഡ് ആയി അതേപോലെ തന്നെ ഡെവലപ്പ് ചെയ്തത്. ദ ഡേറ്റ് 1835 ആ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
the date when the teaching of English at all levels, primary, secondary, higher educationലുമെല്ലാം ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വളരെയധികം പ്രാധാന്യമാണ് അല്ലെങ്കിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്, മാൻഡേറ്ററി ആണ് എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് സാങ്ഷൻ ചെയ്ത ടൈമും കൂടെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇയർ കൂടിയാണ് ഈ 1835 എന്ന് പറയുന്നത്. ദെൻ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ. അപ്പം 1835 ഒരു പുതിയ എഡ്യൂക്കേഷണൽ പോളിസി നമ്മുടെ മാക്കുലയുടെ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ വഴിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോ ഈ 1835 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതൊരു ഒരുപാട് ഡിബേറ്റുകളുടെയും കോൺഫ്ലിക്റ്റുകളുടെയും ഒക്കെ ഒരു ബാക്കിപത്രമാണ്, അല്ലെങ്കിൽ ഒരു ഔട്ട്കം, അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആണെന്ന് പറയാം. ആരൊക്കെ തമ്മിലായിരുന്നു ഈ ഡിബേറ്റ്സ് ഉണ്ടായിരുന്നത് എന്നറിയോ? ഒന്ന്, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് ഓൾഡ് പോളിസി മേക്കേഴ്സ് ആണ്. അതായത് ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗമായിട്ട് ട്രേഡിനും കോമേഴ്സിനുമായിട്ട് ഇന്ത്യയിൽ വന്ന് അതിന്റെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനിലെ ഭാഗമായി മാറിയ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള, അതായത് ഓൾഡ് ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ്. അവര് ഓറിയന്റലിസ്റ്റുകൾ കൂടെ ആയിരുന്നു. അതായത് ഇന്ത്യയിലെ ക്ലാസിക്കൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്തിരുന്നവർ കൂടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് they favored the study of classical Indian languages like Sanskrit, Persian, Arabic. ഇതൊക്കെ ക്ലാസിക്കൽ ഇന്ത്യൻ ലാംഗ്വേജസ് ആണ്. ഈ ഓറിയന്റലിസ്റ്റുകൾ, അതായത് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത് യൂറോപ്യൻസ് തന്നെയാണ് കേട്ടോ. യൂറോപ്യൻസ്, അതിൽ കുറച്ച് യൂറോപ്യൻസ് ഓൾഡർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് ആണ്. പോളിസി മേക്കേഴ്സ് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ പോളിസി മേക്കേഴ്സ് ആണ്. ഓക്കെ, അവര് ക്ലാസിക്കൽ ലാംഗ്വേജസിന്റെ അതിനെ എൻകറേജ് ചെയ്യും, അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അവരായിരുന്നു ഒരു സെറ്റ് ഓഫ് ആൾക്കാർ. നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മേക്കേഴ്സ് ആയിരുന്നു. ഈ മാക്കുലയും ട്രെവലിയനെയും പോലെയുള്ള പുതിയ എഡ്യൂക്കേഷണൽ പോളിസി കൊണ്ടുവന്നിരുന്ന ആൾക്കാരായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഡിബേറ്റുകളുടെ ഒടുവിലാണ് ഈ 1835 ന്യൂ എഡ്യൂക്കേഷണൽ പോളിസി ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരാളാണ് ചാൾസ് ഗ്രാന്റ് എന്ന് പറഞ്ഞ ഓഫീസർ. ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ ആണ് ചാൾസ് ഗ്രാന്റിന്റെ. ചാൾസ് ഗ്രാന്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓഫീസർ ആയിരുന്നു. അദ്ദേഹമാണ് ഈ നമ്മൾ ട്രെവലിയനെ പറ്റിയും അതേപോലെ തന്നെ മാക്കുലയെ പറ്റിയും പഠിച്ചല്ലേ, അവരൊക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മെമ്പേഴ്സ് ആണെന്ന് നമ്മൾ പഠിച്ചല്ലേ. അവരുടെ ട്രാക്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ട്രാക്ട്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്സ് ഒക്കെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമാണ്. എന്നാൽ ഇവർക്കൊക്കെ ഒന്ന് ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇവർക്കൊക്കെ ഇവരെ ഒന്ന് പയനിയർ ചെയ്യാനായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു. അതാണ് ചാൾസ് ഗ്രാന്റ് എന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ. ചാൾസ് ഗ്രാന്റ് എന്ന് പറയുന്ന ആള് ഈ ആക്ച്വലി റൂട്ട് ട്രീറ്റസ്, ഒരു ചെറിയ പാംപ്ലെറ്റ് പോലെ ഒരു ഡോക്യുമെന്റ് എഴുതിയിട്ടുണ്ട്, ഒരു കോമ്പസിഷൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് ടൈറ്റിൽ ഇസ് ഒബ്സർവേഷൻസ് ഓൺ ദ സ്റ്റേറ്റ് ഓഫ് സൊസൈറ്റി എമംഗ് ദ ഏഷ്യൻ സബ്ജക്ട്സ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഇതാണ് ആ ട്രാക്റ്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ട്രീറ്റസിന്റെ ടൈറ്റിൽ. അതിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? ചാൾസ് ഗ്രാന്റ് ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഓഫീസർ ആയിരുന്നല്ലോ. അപ്പൊ ഒരുപാട് നേറ്റീവ്സ് ആയിട്ടും അതേപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷനിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, വളരെ പ്രജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് കേട്ടോ. കോളനൈസർ ആണ്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാവുള്ളൂ. ഒരു കോളനൈസർ ആണ്. ഇന്ത്യനെ എപ്പോഴും സബ്ജുഗേറ്റ് ചെയ്തിട്ടേ കാണുള്ളൂ. ഇന്ത്യയുടെ കസ്റ്റംസും ഇന്ത്യയുടെ കൾച്ചറിനെയും എല്ലാം വളരെ ഇൻഫീരിയർ ആയിട്ടാണ് ഇവര് വ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വളരെയധികം സൂപ്പർസ്റ്റിഷൻസും അതേപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റി, ഇറാഷണാലിറ്റിയും അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നേറ്റീവ്സുമാണ് ഉള്ളത് എന്ന്. അഡൽട്ടറി അല്ലെങ്കിൽ ഐഡൽട്ടറി പോലെയുള്ള കാര്യങ്ങൾ, വോർഷിപ്പിങ്ങും ഒക്കെയാണ് ഉള്ളത്. അപ്പോ ഇങ്ങനെ വളരെ ഇഗ്നോറന്റ് ആയിട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് ചാൾസ് ഗ്രാന്റ് ഈ ഒരു ട്രീറ്റസിൽ പറയുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു സോഷ്യൽ ഇവിലായിട്ടാണ്, അല്ലെങ്കിൽ സോഷ്യൽ ഇവൽസ്, ഒരു പ്രോഗ്രസിലേക്ക് നയിക്കാത്ത, ഇഗ്നോറൻസിൽ തന്നെ കിടത്താൻ അല്ലെങ്കിൽ ഇഗ്നോറൻസിൽ തന്നെ നമ്മളെ ഇരുത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് ചാൾസ് ഗ്രാന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ ഒരു സോഷ്യൽ ഇവൽസ് ഒക്കെ മാറ്റിയാൽ മാത്രമേ ഒരു നേഷന് അല്ലെങ്കിൽ ഒരു നാടിന് തന്നെ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ, അവരെ മോഡേണിറ്റിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ചാൾസ് ഗ്രാന്റ് പറഞ്ഞു. അപ്പൊ ചാൾസ് ഗ്രാന്റ് അതിന് കണ്ടുപിടിച്ച ഓൾട്ടർനേറ്റീവ് എന്താ? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തന്നെ. യൂറോപ്യൻസിന്റെ എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് കൊണ്ടെത്തിക്കുക, ഇന്ത്യയിലേക്ക് ആ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ പറ്റുക? ഈ ഇമ്മോർട്ടാലിറ്റിയിലും അതേപോലെ സൂപ്പർസ്റ്റിഷൻസിലും ഐഡൽട്ടറിയിലും ഒക്കെ വിശ്വസിക്കുന്നവര് എന്ത് ചെയ്യും? അവരൊക്കെ ഇതൊക്കെ സോഷ്യൽ ഇവൽസ് ആണെന്ന് അവർ റിയലൈസ് ചെയ്യും, ലിബറൽ ആയിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങി, അവർ മാറാനും ചേഞ്ച് ചെയ്യാനായിട്ടും അങ്ങനെ ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ ചാൾസ് ഗ്രാന്റ് ഇതിനകത്ത് പറഞ്ഞു. അപ്പോ ചാൾസ് ഗ്രാന്റിന്റെ ഒരു ഐഡിയയില് നമ്മൾ വളരെയധികം ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള
പാസീവ് ആയിട്ടുള്ള അങ്ങനെയുള്ള കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള നാട്ടിലുള്ള ആൾക്കാരായിട്ടാണ്, നേറ്റീവ്സ് ആയിട്ടാണ് ചാൾസ് ഗ്രാന്റ് നമ്മളെ വ്യൂ ചെയ്തിരുന്നത്. ചാൾസ് ഗ്രാന്റിന്റെ കോൺസെപ്റ്റില് അവരെന്ന് പറയുന്നത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടില്ല, വെസ്റ്റേൺ ആ ഒരു നാട്ടിൽ നിന്ന് വരുന്നവർ, വെസ്റ്റ് സൈഡിൽ നിന്ന് വരുന്നവർ, യൂറോപ്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ വളരെയധികം സുപ്പീരിയർ ആയിട്ടുള്ളവരാണ്. കാരണം അവർ ഈ നാട്ടിൽ വരുമ്പോൾ ഈ ഒരു പ്രാക്ടീസസ്, കസ്റ്റംസും കൾച്ചറും എല്ലാം വളരെ അൺഫെമിലിയർ ആണല്ലേ, അവർക്ക് ഇതൊന്നും പരിചയമില്ല. അപ്പൊ അവരോർത്തു ഇത് എന്താണിത്, വളരെ ഇഗ്നോറന്റ് ആയിട്ട് കിടക്കുന്ന, ഒട്ടും എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണല്ലോ, ഇവർക്കൊട്ടും ലോജിക്കൽ ആയിട്ട് തോന്നുന്നില്ല ഈ ഇന്ത്യയിൽ നടക്കുന്ന കസ്റ്റംസും അവർ പറയുന്ന കാര്യങ്ങളും പ്രാക്ടീസസും ഒന്നും ഇവർക്ക് ലോജിക്കൽ ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ ഇവർ ഇതിനെല്ലാം വളരെ ഇൻഫീരിയർ ആയിട്ട് സബ്ജുഗേറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ്, പാസീവ് ആയിട്ടുള്ള രീതിയിലാണ് കണ്ടിരുന്നത്. അപ്പൊ ഇവരെ എന്തായാലും മോഡേണൈസ് ചെയ്യണം, അല്ലെങ്കിൽ ദ സോ കോൾഡ് സിവിലൈസ് ചെയ്യണമെന്ന് ഈ വെസ്റ്റേൺ പീപ്പിൾ ചിന്തിക്കുകയാണ്. അതിന്റെ ഭാഗമായിരുന്നു ചാൾസ് ഗ്രാന്റ്. Grant also postulates that it would be easier to trade with anglicized Indians. ഇതിന്റെയൊക്കെ ഒരു ഉദ്ദേശം ഉണ്ട് അല്ലെ, ഈ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ, അല്ലെങ്കിൽ ഇങ്ങനെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നതിന് പുറകില് ഒരു വലിയ പൊളിറ്റിക്കൽ അജണ്ട തന്നെയുണ്ട്, ഒരു സ്ട്രാറ്റജിയാണ് ഇത് അല്ലെ. നമ്മൾ നേരത്തെ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു, ഇതൊരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇവരുടെ. കാരണം എന്തുകൊണ്ടാ, ഇവരുടെ ഉദ്ദേശം എന്താണ്, നമ്മളെ ട്രേഡ് ആൻഡ് കോമേഴ്സിന് വേണ്ടിയിട്ടാണല്ലോ യൂറോപ്യൻസ് നമ്മുടെ നാട്ടിൽ വന്നതല്ലേ. പക്ഷെ അത് കഴിഞ്ഞ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്കും നമ്മുടെ സോഷ്യോ കൾച്ചറൽ ലൈഫിലേക്കും ഇടപെടുകയായിരുന്നു ഇവർ ചെയ്തിരുന്നത്, ഇന്റർഫിയർ ചെയ്യാണ് ചെയ്തിരുന്നത്. അപ്പൊ ഇവരുടെ കണ്ണില് നമ്മളെ ഒന്ന് സബ്ജുഗേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഇവർക്ക് ഇൻഫീരിയർ ആയിട്ട് ഇരിക്കുകയുള്ളൂ, ഇവരുടെ ലാംഗ്വേജ് ആണ് സുപ്പീരിയർ എന്ന് നമ്മൾ വിശ്വസിക്കുകയും ആൻഡ് എപ്പോഴും നമ്മൾ അവരുടെ ഇൻഫീരിയർ ആയിട്ട് ഇരിക്കുള്ളൂ, അവരാണ് ഏറ്റവും സുപ്പീരിയർ, അല്ലെങ്കിൽ അവർ ആ ഒരു ഹെജമോണിക് പവറിനെ നമ്മൾ കേറ്റർ ചെയ്യുകയും ചെയ്യത്തുള്ളൂ, സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ എൻകറേജ് ചെയ്യത്തുള്ളൂ അല്ലെ. അപ്പൊ ഇവർ ഓർത്തു അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എപ്പോഴും ഇൻഫീരിയർ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്താ, ഇവർക്ക് ട്രേഡ് ആൻഡ് കൊമേഴ്സ് കുറച്ചും കൂടെ സ്മൂത്ത് ആക്കാൻ പറ്റും അല്ലെ, നമ്മളെ കുറച്ചും കൂടെ സീസ് ചെയ്യാനും നമ്മുടെ വെൽത്തും അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് ലൂട്ട് ചെയ്യാനും പറ്റും അല്ലെ. അങ്ങനെ ആ ഒരു ചിന്താഗതി നിന്നാണ് അവരുടെ ഒരു എക്കണോമിക് കൺസോളിഡേഷന് വേണ്ടിയിട്ടാണ്, അത് അവരുടെ എക്കണോമിക് ആയിട്ടുള്ള ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ്, സാമ്പത്തിക സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമുക്ക് തരണം, അല്ലെങ്കിൽ ഇവിടെ കൊടുക്കണം, മാൻഡേറ്ററി ആക്കണം എന്നൊക്കെ പറഞ്ഞതിന്റെ മെയിൻ റീസൺ. അതിന് പുറകിൽ വെറും ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിട്ടുള്ള അജണ്ടയായിരുന്നു, അത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു. ഓക്കെ, ന്യൂ ഫേസ് ഓഫ് ഇംപീരിയലിസം. ഈ ബ്രിട്ടീഷ് എഡ്യൂക്കേഷണൽ പോളിസി എന്ന് പറയുന്നത് ഇറ്റ് ആക്ച്വലി എൻകറേജ്ഡ് ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഇന്ത്യൻ ലേണിംഗ്. ഞാൻ പറഞ്ഞില്ലേ, അതായത് രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു, രണ്ട് തരത്തിലുള്ള നമ്മൾ ടു ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷണൽ പോളിസി മേക്കേഴ്സ്. ഓൾഡർ ജനറേഷനും ഉണ്ടായിരുന്നു, ന്യൂവർ ജനറേഷനും ഉണ്ടായിരുന്നു. ന്യൂവർ ജനറേഷൻ ആണ് മാക്കുലെയും ട്രെബിലിയനും ഒക്കെ, ചാൾസ് ഗ്രാന്റും അങ്ങനെയുള്ളവരെ. ഓൾഡർ ജനറേഷൻ ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിച്ചു ഇന്ത്യ പോലെ കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു രാജ്യം, അവർക്ക് നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇന്ത്യൻ നേറ്റീവ്സിന് അവരുടെ ലാംഗ്വേജസിനെ പറ്റിയും കൾച്ചേഴ്സിനെ പറ്റിയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാം, നല്ല ഡെപ്തിൽ അറിയാം. അപ്പോ അവരുടെ സോഷ്യോ കൾച്ചറൽ ലൈഫിൽ ഇന്റർഫിയർ ചെയ്ത് കഴിഞ്ഞാൽ അത് അത്ര നല്ലതാവില്ല എന്ന്, അതത്ര പ്രാക്ടിക്കൽ ആവില്ല എന്ന് ഓൾഡർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് ഓർത്തു. അപ്പൊ അവര് ചെയ്തിരുന്നത് എന്താന്ന് വെച്ചാൽ ഏൻഷ്യൻ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്തു, അതായത് സാൻസ്ക്രിറ്റ്, അറബിക്, പേർഷ്യൻ ഇതുപോലെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്തു. ഒരുപാട് നമ്മുടെ റിലീജിയനിലേക്കോ അല്ലെങ്കിൽ സോഷ്യോ കൾച്ചറൽ ലൈഫിലേക്കോ ഇവർ ഇടപെട്ടില്ല. അഡ്മിനിസ്ട്രേഷനിൽ മാത്രമായിട്ട് അവർ നിന്നു, ട്രേഡ് ആൻഡ് കോമേഴ്സിൽ മാത്രമായിട്ട് ആ ഓൾഡർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് നിന്നിട്ട് നമ്മളെ ഡോമിനേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. തുടക്ക കാലഘട്ടമാണ് കേട്ടോ അവരിവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത്, തുടക്ക കാലഘട്ടത്തിലൊക്കെ അവരങ്ങനെയാണ് ചെയ്തിരുന്നത്. ഒരുപാട് ഇടപെടാനായിട്ട് നിന്നിരുന്നില്ല, കാരണം അവർക്ക് മനസ്സിലായി ഇന്ത്യ എന്നുള്ളത് റിലീജിയസ്ലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നാടാണ്. റിലീജിയസ്ലിയും കൾച്ചറലിയും വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ. അപ്പോൾ അവരുടെ ക്രിസ്ത്യാനിറ്റി എന്നുള്ള ഒരു റിലീജിയൻ ഇവിടെ വന്ന് കമ്പൽസറി ആയിട്ട് ഇമ്പോസ് ചെയ്ത് ഇവിടെ നമ്മൾ ഒരുപാട് ക്രിസ്ത്യൻസിൽ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻസ് നല്ലോണം തന്നെ റെസിസ്റ്റ് ചെയ്യും, അവർ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. അപ്പൊ അവരുടെ എയിം ഓഫ് കോളനൈസേഷൻ ഒരിക്കലും നടക്കില്ല, ആ ഒരു ഔട്ട്കം കിട്ടില്ല, അവർക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ബാഗ് പാക്ക് ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അവർ ഓർത്തു അഡ്മിനിസ്ട്രേഷനിൽ മാത്രം, ആ ഒരു ഗവൺമെന്റിൽ മാത്രം അങ്ങനെ അതിൽ മാത്രം അവരൊരു ഡൊമിനൻസ് നിന്നാ മതി, ബാക്കിയൊക്കെ അതായത് കൾച്ചറൽ ലൈഫില്, റിലീജിയസ് ലൈഫിലൊന്നും ഇടപെടണ്ട, സോഷ്യൽ ലൈഫിലൊന്നും ഇടപെടണ്ട, നോൺ ഇന്റർഫിയറൻസ് ആയിരുന്നു അവരുടെ. അവർ ഇന്റർഫിയർ ചെയ്തിരുന്നില്ല ആ സോഷ്യോ കൾച്ചറൽ ലൈഫ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ. അവർ ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് മാത്രമേ ചെയ്തിരുന്നു.
ഇതൊക്കെ ചെയ്തത് ഓൾഡർ ജനറേഷൻ ഓഫ് എഡ്യൂക്കേഷൻ പോളിസി മേക്കേഴ്സ് ആണ് കേട്ടോ. ഓൾഡർ ജനറേഷൻ ആണ്. എന്നാൽ പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചത്? പുതിയ ജനറേഷൻ ഓഫ് മാക്കുലെ, ചാൾസ് ഗ്രാന്റ് ആൻഡ് ട്രാവലിയൻ, അവരുടെ കാലത്തിലേക്ക് വരുമ്പോൾ അവർ ഇതിലൊന്നും വിശ്വസിച്ചിരുന്നില്ല. നേരത്തെ ഓൾഡർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് പറഞ്ഞതുപോലെ ഈ സോഷ്യോ കൾച്ചറൽ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് റെസിസ്റ്റൻസ് വരികയും ഇന്ത്യൻസ് അതിനോട് നമ്മളോട് ഒട്ടും കോർപ്പറേറ്റ് ചെയ്യാതെയും ഇരിക്കുമെന്ന് അവർക്ക് മനസ്സിലായത് പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലായി. പക്ഷെ ന്യൂവർ ജനറേഷനിലേക്ക് വന്നപ്പോൾ അവർ ഇതിലൊന്നും വിശ്വസിച്ചില്ല. അവർ പറഞ്ഞു പ്രാക്ടിക്കാലിറ്റി അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷനിൽ തോന്നുന്ന കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പ്രാക്ടിക്കൽ ആകും. നമ്മൾ ഫുള്ളായിട്ട് ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അവരുടെ എ ടു ഇസഡ്, നമ്മൾ കോളനൈസ് ചെയ്യുന്ന കോളനിയുടെ എ ടു ഇസഡ് കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. നമ്മൾ അവരുടെ സോഷ്യൽ ലൈഫിൽ ഇടപെടണം, റിലീജിയസ് ലൈഫിൽ ഇടപെടണം, എഡ്യൂക്കേഷൻ ലൈഫിൽ ഇടപെടണം, പൊളിറ്റിക്കൽ ലൈഫിൽ ഇടപെടണം. അങ്ങനെ മുഴുവനായിട്ട് എ ടു ഇസഡ് കാര്യങ്ങളിൽ നമ്മൾ ആ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കണമെന്ന് ന്യൂവർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് തീരുമാനിച്ചു. മറ്റവരെ പോലെ നോൺ ഇന്റർഫിയർ ചെയ്ത് അങ്ങനെ നിൽക്കണ്ട, എല്ലാത്തിലും ഇടപെട്ട് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ അവരെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ആ ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ടും പറ്റുള്ളൂ. നമ്മൾ വിചാരിച്ച പോലെ അവരെ സുപ്പീരിയർ ആയിട്ട് അല്ലെങ്കിൽ അവരുടെ മുകളിൽ നമുക്ക് ആ ഒരു ഹെജമണി ചെയ്യാനായിട്ട്, അവരെ ഇൻഫീരിയർ ആയിട്ട് കാണാനും എപ്പോഴും അങ്ങനെ സബ്ജുഗേറ്റ് ചെയ്ത് നിർത്താനും അപ്പോഴേ സാധിക്കുള്ളൂ എന്ന് ന്യൂവർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് തീരുമാനിച്ചു. അതാണ് ഇതിനകത്ത് പറയുന്നത്. They did not see imperialism as a purely political practice with minimum interference in the socio-cultural affairs of the colony. ജസ്റ്റ് സോഷ്യോ കൾച്ചറൽ ലൈഫിലൊന്നും ഇടപെടാത്ത ഒരു പോളിസി അല്ല അവർക്ക് ഉണ്ടായിരുന്നത്. ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഇടപെടണം, എല്ലാ കാര്യത്തിലും അവരുടെ ഇടപെടണം. Macaulay or Trevelyan was not merely the product of new imperial mindset, but had a solid basis in the socio-cultural developments in Indian society. ജസ്റ്റ് പുതിയ മൈൻഡ് സെറ്റ്, ഇമ്പീരിയൽ മൈൻഡ് സെറ്റിന്റെ ജസ്റ്റ് അവരുടെ പ്രൊഡക്റ്റ് മാത്രമായിരുന്നില്ല ഈ ന്യൂ പോളിസി മേക്കേഴ്സ് ലൈക്ക് മാക്കുലെ ആൻഡ് ട്രെവലിയൻ. പക്ഷെ അവർക്ക് വേറൊരു വലിയ ഉദ്ദേശവും കൂടി ഉണ്ടായിരുന്നു. കൂടുതൽ പ്രോഗ്രസ്, കൂടുതൽ മോഡേണിറ്റി കൊണ്ടുവരണം ഇന്ത്യൻ സൊസൈറ്റിയിൽ. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? അവരുടെ സോഷ്യോ കൾച്ചറൽ ലൈഫിലേക്ക് ഇടപെട്ടുകൊണ്ട് മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. Then many institutions for the spread of education through the medium of English were established by learned Bengali Hindus with the financial and moral support of the missionaries. അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പുതിയ എഡ്യൂക്കേഷൻ പോളിസി വരുമ്പോൾ അത് എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ്ഡ് ആവുക, അല്ലെങ്കിൽ അതെങ്ങനെ പ്രാക്ടിക്കലി നമ്മൾ അതൊന്നും പോസിബിൾ ആക്കുന്നത്? ഇതുപോലുള്ള പുതിയ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുമ്പോഴാണ് അല്ലെ. അപ്പം അതിന് സപ്പോർട്ട് ചെയ്ത കുറച്ച് ബംഗാളി ഫാമിലീസ് ഉണ്ടായിരുന്നു, കുറച്ച് എലീറ്റ് ക്ലാസ്സിലുള്ള, കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവരെ പറ്റിയാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയ് പോലെയുള്ള റിഫോമേഴ്സ് ഒക്കെ ഇതിന്റെ പാർട്ടായിരുന്നു. ഇങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം, കാരണം അത് നമുക്ക് സൊസൈറ്റിയുടെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സൊസൈറ്റിനെ ട്രാൻസ്ഫോം ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്, അതിനൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരായിരുന്നു. അപ്പൊ അവര് ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഈ മിഷണറീസിനെയും ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി മെമ്പേഴ്സിനെയും ഒക്കെ ഹെൽപ്പ് ചെയ്തിരുന്നു. These Bengali intellectuals fully supported the imperial diatribe against sati, child marriage, thuggery. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റലക്ച്വൽസിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയിൽ തന്നെയുള്ള നേറ്റീവ്സ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരുപാട് ഇഗ്നോറന്റ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ കിടക്കുന്നതാണ്. അതായത് അവര് ഇന്ത്യൻസ് എന്ന് പറയുന്നത് വളരെയധികം മിഡീവൽ ആയിട്ട് തിങ്ക് ചെയ്തോണ്ടിരുന്നവരാണ് പറയുന്നത്. അതായത് വളരെയധികം സൂപ്പർസ്റ്റിഷൻസ് ഉണ്ടായിരുന്നതുകൊണ്ടും ലോജിക്കൽ അല്ലാത്ത ഒരുപാട് പ്രാക്ടീസസിലും കസ്റ്റംസിലും വിശ്വസിച്ചിരുന്നവരായിരുന്നു. അപ്പൊ ഇവരെ തിരിച്ചു കൊണ്ടുവരണം, ഇവരെ ലൈറ്റ് കാണിക്കണം എന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. അപ്പൊ വെസ്റ്റേൺ എഡ്യൂക്കേഷനിലൂടെ ഇത് ഹെൽപ്ഫുൾ ആകും, അല്ലെങ്കിൽ ഇത് പോസിബിൾ ആകുമെന്ന് ഈ ഇന്റലക്ച്വൽസ് ഫ്രം ഇന്ത്യ വിശ്വസിച്ചിരുന്നു. Okay, these intellectuals saw the colonial regime critique of the inhuman social customs as much needed support to on agenda of transforming the society. ആ സൊസൈറ്റിക്ക് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് ഇവർ ചെയ്തത്. അതായത് സൊസൈറ്റിനെ തന്നെ ഒന്ന് മാറ്റാൻ, ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, റിഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ചൈൽഡ് മാരേജും സദ്യയും അതേപോലെ തന്നെ വിഡോസിനെ ട്രീറ്റ് ചെയ്യുന്നതും തഗ്ഗരി പോലെയുള്ള പല പല കസ്റ്റംസും അതേപോലെ സൂപ്പർസ്റ്റിഷൻസും നോക്കും രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചു കൂടിയാണ് ഇവർ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, രാജാറാം മോഹൻ റോയ് വാസ് വൺ എമംഗ് ദം. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിലുള്ള ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയുടെ പിക്ചറാണ് ഈ റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആളാണ് രാജാറാം മോഹൻ റോയ്. കുഞ്ഞിലെ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ.
രാജാറാം മോഹൻ റോയ് ഈ ഒരു കാലത്ത്, ഈ ഒരു സമയത്ത്, അതായത് 19th സെഞ്ച്വറിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് എഴുതിയിരുന്നു. ദാറ്റ് ഇസ് ഹിസ് ലെറ്റർ ടു ലോർഡ് ആംബേഴ്സ്. ലോർഡ് ആംബേഴ്സ് എന്ന് പറയുന്ന അന്നത്തെ സുപ്പീരിയർ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് രാജാറാം മോഹൻ റോയ് ഒരു ലെറ്റർ അയച്ചു. ആ ലെറ്ററിൽ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ. Rajaram Mohan Roy wrote this letter in order to protest against the ruling regime's decision to open a Sanskrit college in Calcutta. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഓൾഡർ ജനറേഷൻ ഓഫ് പോളിസി മേക്കേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഓറിയന്റലിസ്റ്റുകൾ കൂടിയായിരുന്നു അല്ലെ. അവര് എഡ്യൂക്കേഷൻ, അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ റീജിയണൽ ലാംഗ്വേജസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. ക്ലാസിക്കൽ ലാംഗ്വേജസ് ഒക്കെ പഠിക്കണമെന്നും അങ്ങനെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസ് ലൈക്ക് അറബിക്, അതേ സാൻസ്ക്രിറ്റ്, അതേപോലെ തന്നെ പേർഷ്യൻ, ഇതുപോലെയുള്ള ലാംഗ്വേജസ് ഒക്കെ അതിന്റെ ടെക്സ്റ്റുകൾ പബ്ലിഷ് ചെയ്യണമെന്നും കൂടുതൽ ട്രാൻസ്ലേഷൻസ് അതിൽ വേണമെന്നും അങ്ങനെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസും റീജിയണൽ ലാംഗ്വേജസും ഒക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞ് അതിന് ഫണ്ട് കൊടുക്കുകയും ആ ഫണ്ട്സ് ഒക്കെ ഗ്രാന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ഒക്കെ ആ ഓറിയന്റലിസ്റ്റുകളും അതേപോലെ തന്നെ ഓൾഡ് എഡ്യൂക്കേഷൻ പോളിസി മേക്കേഴ്സും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ്, അതായത് ഇതിന് ക്ലാസിക്കൽ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്ത് ഇരുന്ന സമയത്താണ് ഈ ഒരു സാൻസ്ക്രിറ്റ് കോളേജ് ഇൻ കാൽക്കട്ട സെറ്റപ്പ് ചെയ്യാനായിട്ട് അവര് ഡിസിഷൻ എടുക്കുന്നത്. ഇതിനെതിരെയാണ് രാജാറാം മോഹൻ റോയ് ലെറ്റർ അയച്ചത്. ഇങ്ങനെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാൻസ്ക്രിറ്റ് പോലെയുള്ള ഒരു ലാംഗ്വേജ്, ഇറ്റ്സ് എ ക്ലാസിക്കൽ ലാംഗ്വേജ്, ശരിയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഈ ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ മെക്കാനിക്കൽ ആയിട്ട് നമ്മൾ കുട്ടികൾ പഠിച്ചു പോകുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലെ. അതിന്റെ യൂസ് എന്താണ്? അവർക്ക് ഡേ ടു ഡേ ലൈഫിൽ സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞ ലാംഗ്വേജിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. ദർ ഇസ് നോ യൂട്ടിലിറ്റി. അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ യൂസ് ഒന്നും ഉണ്ടാവുന്നില്ല. അവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ നോളജ് കൂടുന്നില്ല. മെക്കാനിക്കൽ ആയിട്ട് ആ ലാംഗ്വേജ് ഇങ്ങനെ പഠിച്ച് പോവാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും സൊസൈറ്റിക്ക് ഉണ്ടാകുന്നില്ല. അവർക്കൊരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പം ഇതൊക്കെ കൊണ്ട് സാൻസ്ക്രിറ്റ് എന്നുള്ള ഒരു ലാംഗ്വേജ് വളരെ ബുദ്ധിമുട്ടിയാണ് അല്ലെ. വളരെ ഭയങ്കര പാടാണ് ആ ലാംഗ്വേജ് പഠിക്കാൻ. വളരെ ഇൻട്രൻസിക് ആയിട്ടുള്ള ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെയാണ് ആ ക്ലാസിക്കൽ ലാംഗ്വേജസിനുള്ളത്. അപ്പൊ വെറുതെ ആ ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് എന്ത് ഗുണമാണുള്ളതെന്ന് രാജാറാം മോഹൻ റോയ് ചോദിക്കുകയാണ്. അത് രാജാറാം മോഹൻ റോയുടെ കോൺസെപ്റ്റ് ആയിരുന്നു, അദ്ദേഹത്തിന്റെ ബിലീഫ് ആയിരുന്നു അത്. Roy expects the colonial power to be true to its liberal image and find ways and means to promote Western sciences and arts. അതായത് ഇങ്ങനെയുള്ള ലാംഗ്വേജസ് ഒരു യൂട്ടിലിറ്റിയും ഒരു യൂസ്ഫുൾനെസ്സും ഇല്ലാത്ത ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് വെസ്റ്റേൺ സയൻസസ് പഠിക്കുന്നതല്ലേ. അതാകുമ്പോൾ ഈ ഒരു നാട്ടിൽ മാത്രമല്ല, സാൻസ്ക്രിറ്റ് എന്ന ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അല്ലെ. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ഓഫ് ആൾക്കാർ മാത്രമേ സാൻസ്ക്രിറ്റ് പോലുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസ് പഠിക്കുന്നുള്ളൂ. വളരെ ബുദ്ധിമുട്ടിയാണ് എങ്കിലും ഇംഗ്ലീഷ് എന്നുള്ള വെസ്റ്റേൺ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നമുക്ക് ലാംഗ്വേജ്, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ സയൻസ്, ഇതെല്ലാം നമുക്ക് അതിനൊരു മാസ്റ്റർ നമുക്ക് വരികയാണ്. അങ്ങനെ പഠിക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലുള്ള പല ഭാഗത്തിലുള്ള ആൾക്കാരെ നമ്മൾ പരിചയപ്പെടും അല്ലെ. അവരുമായിട്ട് കോൺവെർസേഷൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അവരുടെ ലിറ്ററേച്ചേഴ്സ്, അവരുടെ ബുക്സ്, അവരുടെ പൊളിറ്റിക്സ്, അവരുടെ ഹിസ്റ്ററി എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ലോകത്തിനെ തന്നെ നമ്മൾ പരിചയപ്പെടുകയാണ് ഇംഗ്ലീഷ് പോലെയുള്ള ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ. അതാണ് രാജാറാം മോഹൻ റോയുടെ പോയിന്റ്. സാൻസ്ക്രിറ്റ് പോലെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് പഠിക്കാതെ ഇതേപോലെ വളരെ സ്കോപ്പ് ഉള്ള, വളരെ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു തരുന്ന ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യണം എന്നാണ് രാജാറാം മോഹൻ റോയ് പറഞ്ഞത്. റോയ് ഫൈൻഡ്സ് ദ ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രക്ഷൻ ഔട്ട്ഡേറ്റഡ് ബിക്കോസ് ഇറ്റ് ഇസ് മിഡീവൽ. അതായത് ഇതേപോലെയുള്ള സാൻസ്ക്രിറ്റ് പോലെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസ് പഠിക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്നാണ്, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ഇല്ല. നമുക്കതുകൊണ്ട് പ്രാക്ടിക്കലി ഇന്നത്തെ ലോകത്തിൽ നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഇല്ല എന്നാണ് രാജാറാം മോഹൻ റോയ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നത്തെ അതുപോലെയുള്ള ലാംഗ്വേജസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു മിഡീവൽ സിസ്റ്റമാണ്, മോഡേൺ അല്ല. മിഡീവൽ ആയിട്ട് പണ്ടത്തെ കാലത്ത് പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പോൾ ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല, അതിന്റെ ആവശ്യമില്ല. പുതിയൊരു മോഡേണിറ്റിയിലേക്ക് തിരിയൂ. നിങ്ങൾ കുറച്ചും കൂടി ഇഗ്നോറൻസിൽ നിന്ന് മിഡീവൽ ലേണിംഗിൽ നിന്ന് മാറേണ്ട, ട്രാൻസ്ഫോം ചെയ്യേണ്ട സമയമായി. ഇറ്റ്സ് ഹൈ ടൈം യു ഡു ദാറ്റ് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ടീച്ചസ് സിസ്റ്റംസ് വിച്ച് ഹാവ് നോ റാഷണൽ ആൻഡ് സയന്റിഫിക് ബേസിസ് ആൻഡ് ആർ ഓഫ് ലിറ്റിൽ യൂസ് ഇൻ ദ മോഡേൺ വേൾഡ്. അതായത് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. സതി പോലെയുള്ള ഒരു സിസ്റ്റം, അങ്ങനത്തെ ഒരു കസ്റ്റം അല്ലെ, എന്തുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്? അതിന് എന്തെങ്കിലും റാഷണാലിറ്റി ഉണ്ടോ? എന്തെങ്കിലും ഒരു റീസൺ അതിന് പറയാനുണ്ടോ? എന്തിനാണ് ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ ആളുടെ ചിതയിൽ ചാടി മരിക്കുന്നത്? എന്തിനാണ് സൊസൈറ്റി അതിന് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നത്? എന്തെങ്കിലും സയന്റിഫിക് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടോ? എന്തെങ്കിലും റാഷണാലിറ്റി അതിന് പുറകിലുണ്ടോ? ഒന്നുമില്ല അല്ലെ. എപ്പോഴോ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന
വളരെ ഇൻഹ്യൂമൻ ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ഇപ്പോഴും നമ്മൾ കണ്ണടച്ച് തന്നെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാതെ ചലഞ്ച് ചെയ്യാതെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതുപോലെയുള്ള സൂപ്പർസ്റ്റിഷ്യൻസും കസ്റ്റംസും ഒക്കെ നിർത്തണം. ഒരു സയന്റിഫിക് ബേസിസ് ഇല്ലാത്ത പല കാര്യങ്ങളും നിർത്തണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തിലാണ് രാജാറാം മോഹൻ റോയ് പറഞ്ഞത്. പുതിയ വെസ്റ്റേൺ എഡ്യൂക്കേഷനും സയൻസസും പ്രൊമോട്ട് ചെയ്യണം, അങ്ങനെയുള്ള കോളേജസ് വരണം. അല്ലാതെ സാൻസ്ക്രിറ്റ് കോളേജസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്യുന്ന ടൈപ്പ് കോളേജസ് വേണ്ട എന്ന്. അക്കോർഡിംഗ് ടു റോയ്, Europeans have emerged from the medievalism of the scholastic philosophers by replacing scholasticism with the scientific spirit of Baconian philosophy. അപ്പം റോയ് ഒരുപാട് വായിച്ചിരുന്ന ഒരാളാണ് അല്ലെ. റോയ്ക്ക് യൂറോപ്യൻ ഹിസ്റ്ററി പറ്റിയൊക്കെ നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ യൂറോപ്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ ആംഗ്ലോ സാക്സൺ പീരീഡ്, അതായത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പീരീഡ് ആണ് ആംഗ്ലോ സാക്സൺ പീരീഡ്, ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് അത്. ആ സമയത്ത് മിഡീവൽ ടൈമില് വളരെ ഇഗ്നോറന്റ് ആയിട്ടുള്ള ഒരു ജനതയായിരുന്നു യൂറോപ്യൻസും. അതായത് അവര് ഗോഡ് അല്ലെങ്കിൽ ഹെൽ അല്ലെങ്കിൽ ഹെവൻ അങ്ങനെ മാൻ എന്നുള്ള അല്ലെങ്കിൽ ഹ്യൂമൻസ്, മാൻ എന്ന് പറയുന്നില്ല ഞാൻ, ഹ്യൂമൻ എന്ന് തന്നെ തിരുത്തി പറയാം. ഹ്യൂമൻ കൈൻഡിന്റെ ഒരു ഇന്റർഫിയറൻസിനെ പറ്റി, ഹ്യൂമൻ കൈൻഡിന് എന്തൊക്കെ പോസിബിൾ ആണ് സയന്റിഫിക് ആയിട്ട് റാഷണൽ ആയിട്ട് ചിന്തിക്കാൻ, ഹ്യൂമൻ കൈൻഡിന്റെ മൊറാലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡിന്റെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കേപ്പബിലിറ്റീസ് എന്താണ്, ഇതൊന്നും ചിന്തിച്ചിരുന്നില്ല. ഒരുപാട് സൂപ്പർസ്റ്റിഷ്യൻസിലും പ്രജുഡിസസിലും അതേപോലെ തന്നെ ഇമ്മോർട്ടാലിറ്റിയിലും ഒക്കെ മുഴുകിയിരുന്ന ജനതയായിരിക്കും യൂറോപ്യൻ മിഡീവൽ എറ എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് ഏകദേശം ഒരു 700 വർഷങ്ങൾക്കൊക്കെ ഇപ്പുറം നോക്കുമ്പോൾ എൻലൈറ്റൻമെന്റ് പീരീഡ് വരികയാണ്. എൻലൈറ്റൻമെന്റ് പീരീഡ് അല്ലെങ്കിൽ റിനൈസൻസ് പീരീഡ് എന്ന് പറയും. റിനൈസൻസ് അല്ലെ, റിനൈസൻസ് 17th സെഞ്ചുറിയിലാണ്, 17th സെഞ്ചുറിയിലാണ് ഈ റിനൈസൻസ് അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് എറ വരുന്നത്. അതിന്റെ റീസൺ എന്താണെന്നറിയോ? കോൺസ്റ്റാന്റിനിപ്പോൾ എന്നുള്ള ഈസ്റ്റേൺ യൂറോപ്യൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കോൺസ്റ്റാന്റിനിപ്പോൾ. അത് ഇപ്പൊ ബൈസാന്റിയം, നിങ്ങൾക്ക് അറിയായിരിക്കും അത്, ആ ഒരു ഈസ്റ്റേൺ സൈഡ്. ഇപ്പം ആ ഒരു ഈസ്റ്റേൺ സൈഡ് ഓഫ് റോമൻ എംപയർ ഓട്ടോമൻ സുൽത്താൻസ് വന്നിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയും, ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഫോൾ ഓഫ് കോൺസ്റ്റാന്റിനിപ്പോൾ അത് സംഭവിച്ചു. അപ്പൊ ആ സ്ഥലത്തുണ്ടായിരുന്ന, അതായത് ഈസ്റ്റേൺ സൈഡ് ഓഫ് യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സ്കോളേഴ്സ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വെസ്റ്റേൺ സൈഡ് ഓഫ് യൂറോപ്പിലേക്ക് വന്നു. അതായത് ഇംഗ്ലണ്ട് പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഫ്ലീ ചെയ്തു. അപ്പൊ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അവരുടെ കൂടെ ഈ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റുകളും ആ ഒരു സ്റ്റഡീസും അങ്ങനെ ഒരു പുതിയൊരു ലേണിംഗ് തന്നെ വെസ്റ്റേൺ സൈഡിൽ ഹാപ്പൻ ചെയ്തു. ഓക്കെ, അതായത് വെസ്റ്റേൺ സൈഡ് ഓഫ് യൂറോപ്പില് ഒരു പുതിയ റെനസൻസ് അല്ലെങ്കിൽ റീ അവേക്കനിങ്, ഒരു റീ ലേണിംഗ് അവിടെ ഹാപ്പൻ ചെയ്തു. അത്രയും നാള് ഇങ്ങനെയുള്ള പ്രജുഡിസസിലും അതേപോലെ തന്നെ ഇതുപോലെയുള്ള സൂപ്പർസ്റ്റിഷ്യൻസിലും മിഡീവൽ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റംസിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ജനത പെട്ടെന്ന് ഒരു റീ അവേക്കനിങ് അവർക്ക് വരികയാണ്. ഇതേപോലെയുള്ള ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സ്കോളേഴ്സ് അവിടെ വന്ന് അവര് പുതിയ ടെക്സ്റ്റുകള്, പുതിയ കാര്യങ്ങള്, പുതിയ സയൻസുകൾ ഒക്കെ പഠിപ്പിക്കുകയാണ്. പുതിയ ലിറ്ററേച്ചേഴ്സ്, പുതിയ ഫിലോസഫീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇവര് റീ അവേക്കനിങ് ആയി, ഇവർക്കൊരു എൻലൈറ്റൻമെന്റ് കിട്ടി. അങ്ങനെയാണ് ഈ ഒരു എൻലൈറ്റൻമെന്റിനെ പറ്റിയിട്ടാണ്, അത് ആ ഒരു എൻലൈറ്റൻമെന്റിന്റെ സമയത്ത് ആണ് ബേക്കൺ ഒക്കെ, ഫ്രാൻസിസ് ബേക്കൺ അല്ലെ, സയന്റിഫിക് ആയിട്ടുള്ള ടെമ്പറമെന്റ് ഒക്കെ തുടങ്ങി വെച്ച ഒരാളാണ് ഫ്രാൻസിസ് ബേക്കൺ. അപ്പം ആളുടെ ഇൻഡക്റ്റീവ് ഫിലോസഫി ഒക്കെ വരുന്നത് ഈ ഒരു സമയത്താണ്. അപ്പം റോയിയെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻസ് അങ്ങനെ ഒരു മിഡീവൽ ടൈമിൽ നിന്ന് റീ അവേക്കനിങ് അല്ലെങ്കിൽ റെനസൻസ് കിട്ടി എൻലൈറ്റഡ് ആയിട്ടുള്ള ഒരു ജനതയാണ്. അവർക്കറിയാം അതെങ്ങനെയാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നത്, എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നത്. ആ സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ബിലീഫ്സിനും കസ്റ്റംസിനും ഒക്കെ അവർ ഒരുപാട് മാറി മോഡേൺ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിലും വേണം. അതേപോലെ, അതായത് മിഡീവൽ സ്കോളാസിസ്റ്റിസിൽ നിന്ന് എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഒരു ജനതയിലേക്ക് മാറിയതുപോലെ തന്നെ ഇന്ത്യയും ഇതേപോലെ ഒരു റിഫോർമേഷനിലൂടെ പോകണം. എന്നാൽ മാത്രമേ ഇന്ത്യക്കും ഒരു പ്രോഗ്രസ് വരുള്ളൂ. പ്രോഗ്രസ് ആൻഡ് മോഡേണൈസേഷൻ, ഈ രണ്ട് വാക്കുകളും റോയിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? മോഡേണിറ്റി ആൻഡ് പ്രോഗ്രസ്. Anglicists like Macaulay used Roy's criticism of the absence of useful knowledge in the Sanskrit system of education to denigrate native culture. ഇത് ആക്ച്വലി ഇങ്ങനെ റോയ് പറഞ്ഞപ്പോൾ, അതായത് ട്രാൻസ്ഫോർമേഷൻ വേണം, ഇങ്ങനൊരു റെഫോർമേഷൻ വേണം ഇന്ത്യക്ക്, ഇന്ത്യൻ നേറ്റീവ്സിന് അവരുടെ സൂപ്പർസ്റ്റിഷ്യൻസിനും ഇഗ്നോറൻസിനും ഒരു രക്ഷപ്പെടൽ വേണം, ഒരു അവരെ ലിബറലൈസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇതൊരു നല്ലൊരു ചാൻസ് ആയിട്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാക്കുലിനെ പോലെയുള്ള ന്യൂ എഡ്യൂക്കേഷൻ പോളിസി മെമ്പേഴ്സ് വിശ്വസിച്ചു. ഇതൊരു ചാൻസ് ആണല്ലോ, എന്നാ പിന്നെ ഈ ഒരു സമയത്ത് തന്നെ റോയിയെ പോലുള്ള ഇന്ത്യൻ നേറ്റീവ് തന്നെയാണ് ഇത് പറയുന്നത്, അപ്പോൾ അതിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തേക്കാം.
അപ്പൊ റോയ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ നേറ്റീവ് ലാംഗ്വേജും റീജിയണൽ ലാംഗ്വേജസും ഒക്കെ പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അങ്ങനെ വെർനാക്കുലേഴ്സ് ഒന്നും പഠിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല, യൂസ്ഫുൾ അല്ല. അപ്പോൾ അതിൽ നല്ലത് വെസ്റ്റേൺ ആയിട്ടുള്ള ഏതെങ്കിലും ലാംഗ്വേജും അവരുടെ സയൻസും അവരുടെ ആർട്ടും ഒക്കെ പഠിക്കുന്നതാണ് എന്ന് മാക്കുലൻ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങ് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് മാക്കുലയുടെ മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ 1835 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്ന, കമ്പൽസറി ആക്കി എന്ന് പറയുന്ന 1835 മിനിറ്റ് ഓൺ എഡ്യൂക്കേഷൻ മാക്കുലെ എഴുതുന്നത്. Okay, Macaulay finds the vernaculars so poor in their vocabulary that no useful instruction can be given in these languages. നേരത്തെ റോയെ സപ്പോർട്ട് ചെയ്ത്, രാജാറാം മോഹൻ റോയെ സപ്പോർട്ട് ചെയ്ത് മാക്കുലെ പറയുന്ന ഒരു കാര്യമാണ് അല്ലെ, അത് ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ മാക്കുലേക്ക് രാജാറാം മോഹൻ റോയ് ആക്ച്വലി നല്ലൊരു ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള ഒട്ടും ഇല്ലോജിക്കൽ ആയിട്ടുള്ള ലോജിക്കും റാഷണാലിറ്റിയും ഒന്നുമില്ലാത്ത ചില വിശ്വാസങ്ങളൊക്കെ പോകട്ടെ, വെളിച്ചം വരട്ടെ എന്നുള്ള ഒരു ലിബറൽ തിങ്കിങ് വരട്ടെ, ഐഡിയാസ് കൊണ്ടുവരട്ടെ എന്നൊക്കെ നല്ലൊരു ഉദ്ദേശത്തിലാണ് രാജാറാം മോഹൻ റോയ് പറയുന്നത്. പക്ഷെ മാക്കുലേക്ക് ആക്ച്വലി ഒരു ചാൻസ് ആയിട്ട് എടുത്തിട്ട് മാക്കുലയുടെ പൊളിറ്റിക്കൽ അജണ്ട അല്ലെ, അവരുടെ പൊളിറ്റിക്കലും അത് ആ ഒരു അജണ്ട, ആ ഒരു സ്ട്രാറ്റജി കൊണ്ടുവരുവാണ് മാക്കുലെ ഇതിലൂടെ ചെയ്തത്. ഇപ്പൊ മാക്കുലയെ സംബന്ധിച്ചിടത്തോളം വെർനാക്കുലേഴ്സിൽ അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജസിന് പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല, അതിൽ പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സോ the rejection of indigenous literatures and languages and their replacement by English is the only course available to the enlightened colonial educationist. അപ്പോൾ എന്താ ചെയ്യുക? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നിർബന്ധമാക്കണം. അങ്ങനെ ആകുമ്പോൾ അതുവഴി എല്ലാവരെയും എൻലൈറ്റൻ ചെയ്യാൻ പറ്റുമെന്നാണ്, സിവിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് മാക്കുലെ പറഞ്ഞത്. മിനിറ്റ് ഓൾസോ എൻകാപ്സുലേറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ദ വൈറ്റ് മാൻസ് ബേർഡൻ. എന്താണ് ഈ വൈറ്റ് മാൻസ് ബേർഡൻ? വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊരു പോയം ഉണ്ട്, നിങ്ങൾക്ക് അറിയോ? റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ വൈറ്റ് മാൻസ് ബേർഡൻ. നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് അത് എടുത്ത് വായിച്ചു നോക്കൂ കേട്ടോ. ചെറിയൊരു പോയമാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോയമാണ്. അതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, വൈറ്റ് മാൻസ് ബേർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസമാണത്, അവരുടെ തന്നെ ഒരു കൺവിക്ഷൻ, ഒരു ബിലീഫാണത്. ഇത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അതായത് ഈ യൂറോപ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കോളനിയിലുള്ള ആൾക്കാർ, അതായത് ഇന്ത്യൻ നേറ്റീവ്സോ അല്ലെങ്കിൽ അവർ കോളനൈസ് ചെയ്തിരിക്കുന്ന നാട്ടിലെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, സിവിലൈസ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് ഇവര് തന്നെ അങ്ങ് കരുതുക. അതൊക്കെ വരുന്നത് ഏത് കോൺസെപ്റ്റിൽ നിന്നാണ്? വളരെ പ്രൊജുഡിസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് എന്നായിട്ട് വരുന്നത് അല്ലെ. എന്തിനാണ് നമ്മളെ സിവിലൈസ് ചെയ്യുന്നത്? നമ്മൾ മോശം അല്ലെങ്കിൽ നമ്മൾ അത്രയും ഇൻഫീരിയർ ആയിട്ടുള്ള ജനതയാണോ? അല്ല അല്ലെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കൾച്ചറും നല്ല റിലീജിയസ് ആയിട്ടുള്ള കൾച്ചർ ആയിട്ടുള്ള ഹെറിറ്റേജും ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെ കോൺസെപ്റ്റില് അതൊന്നും പോരാ, നമ്മൾ അത്ര അവരുടെ സ്റ്റാൻഡേർഡിന് അത്രയും പോരാ എന്നുള്ള ആ ഒരു കൊളോണിയൽ മൈൻഡ് സെറ്റ് എന്നാണ് ഇത് വരുന്നത്. ഇത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അവരുടെ ബേർഡൻ ആണ് നമ്മളെ ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യണം എന്നുള്ളത്, സിവിലൈസ് ചെയ്ത് മോഡേൺ ആക്കണം എന്നുള്ളത് അവരുടെ ഒരു ബേർഡൻ പോലെയാണ് അവരതിനെ കണ്ടിരുന്നത്. ഇപ്പൊ മാക്കുലയുടെ മിനിറ്റും അത് തന്നെയാണ് പറഞ്ഞത്. അവര് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്താലേ നമ്മൾ നന്നാവൂന്ന്, അതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. The new native who will emerge after receiving English education will be Indian in blood and color, but English in taste, in opinions, in morals and in intellect. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു സെന്റൻസ് ആണ് കേട്ടോ മാക്കുലയുടെ മിനിറ്റിൽ പറയുന്നത്. ഇതായിരുന്നു മാക്കുലയുടെ ഉദ്ദേശവും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് വഴി ഇന്ത്യൻസ് എന്നുള്ള ബ്ലഡിലും അല്ലെങ്കിൽ നമ്മുടെ റേസിലും നമ്മൾ ഇന്ത്യൻസ് ആണ്, നേറ്റീവ്സ്, നമ്മൾ വി ആർ ബോൺ ആൻഡ് ബോട്ടപ്പ് ഇൻ ഇന്ത്യ. പക്ഷെ അത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മുടെ ഒപ്പീനിയൻസും നമ്മുടെ മോറൽസും നമ്മുടെ ഇന്റലക്റ്റും എല്ലാം ഈ കോളനൈസേഴ്സിനെ പോലെ തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പീപ്പിളിനെ പോലെ തന്നെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ നമുക്ക് റിസീവ് ചെയ്യുന്നത് അവരുടെ അല്ലേ. അപ്പൊ നമ്മൾ അതേപോലെ തന്നെയായിരിക്കും, അവരെ പോലെ തന്നെയായിരിക്കും ചിന്തിക്കുക. അപ്പൊ അവരുടെ കൂടെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും. പക്ഷേ എപ്പോഴും അവരെക്കാളും ഇൻഫീരിയർ ആയിരിക്കും. അവരാണ് സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ അവരല്ലേ നമ്മളെ പഠിപ്പിക്കുന്നത് അല്ലെ, നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത്, നമ്മളെ സോൾഡ് എൻലൈറ്റൻ ചെയ്യുന്നത് അവരാണ്. അപ്പൊ എപ്പോഴും എങ്ങനെയാണ്, അവരോട് എപ്പോഴും നമ്മൾ സ്ലേവ് ആയിട്ട് നിൽക്കുകയുള്ളൂ. അവർ പറയുന്നതാണ് കറക്റ്റ്, ആഫ്റ്റർ ഓൾ അവർ പറയുന്നതാണ് പക്ക, അവർ പറയുന്നതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കത്തേ ഉള്ളൂ. അതായിരുന്നു അവരുടെ ഉദ്ദേശം. He argues that the Englishmen of Renaissance England embraced the ancient Greek and Latin learning, rejecting their medieval Anglo-Saxon culture. ഞാൻ നേരത്തെ സ്ലൈഡ് പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഓട്ടോമൻ സുൽത്താൻ വന്നപ്പോ കോൺസ്റ്റാന്റിനോപ്പിൾ അത് നശിച്ചു, അവർ ഈസ്റ്റേൺ യൂറോപ്പിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ കോൺകർ ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സ്കോളേഴ്സ് അവരുടെ പുതിയ സയൻസുകളും ഫിലോസഫീസും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. രക്ഷപ്പെട്ട് ഓടിയതാണ് അവര് വെസ്റ്റേൺ സൈഡിലേക്ക്. ഈസ്റ്റേൺ സൈഡിൽ നിന്ന് വെസ്റ്റേൺ സൈഡിലേക്ക് അവര് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇരിക്കുകയാണ്. അപ്പം അവര് മരണഭയം കൊണ്ടിട്ട് വെസ്റ്റേൺ സൈഡിലേക്ക് പോവുകയും
അവിടെ അവരുടെ പുതിയ ടെക്സ്റ്റുകളെ പറ്റിയും പുതിയ ലിറ്ററേച്ചേഴ്സും പുതിയ ഒരു ഫിലോസഫി സയൻസസ് ഒക്കെ അവിടെ അവർ വെസ്റ്റേൺ സൈഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അവിടെ റിനൈസൻസ് സംഭവിക്കുന്നത്. അതായത് ഒരു 17th സെഞ്ചുറിക്ക് മുമ്പാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. ഒരു 16th 15th സെഞ്ചുറി ആ ഒരു സമയത്ത്. അപ്പോൾ അന്ന് വരെ യൂറോപ്യൻസ് വിശ്വസിച്ചുകൊണ്ടിരുന്ന വെസ്റ്റേൺ സൈഡ് ഓഫ് യൂറോപ്യൻസ് വിശ്വസിച്ചുകൊണ്ടിരുന്ന ആംഗ്ലോ സാക്സൺ മിഡീവൽ ടൈം ഒക്കെ മാറി അവര് പുതിയ മോഡേൺ ആയിട്ടുള്ള ചിന്താഗതി അവര് അക്സെപ്റ്റ് ചെയ്യായിരുന്നു ചെയ്തിരുന്നത്. അതേപോലെ തന്നെയാണ് ഇന്ത്യയിലും ആവശ്യമെന്നാ പറയുന്നത്. ഒരു മാപ്പിൽ ഒരു കമ്പാരിസൺ നടത്തുന്നുണ്ട്. അതായത് വാട്ട് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വേർ ടു ദ കോണ്ടംപററീസ് ഓഫ് മോർ ആൻഡ് ആഷം അവർ ടംഗസ് ടു ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. അതായത് തോമസ് മൂർ എന്ന് പറയുന്നത് ഉട്ടോപ്യ പോലെ ഒരു വലിയ 1516 വളരെ ഫിനോമിനൽ ആയിട്ടൊരു ടെക്സ്റ്റ് ആണ് ഉട്ടോപ്യ. അത് എഴുതിയ ആളാണ് തോമസ് മൂർ. പിന്നെ റോജർ ആഷം. ഇവര് രണ്ടുപേരും എന്ന് പറഞ്ഞാൽ ഹ്യൂമനിസ്റ്റിക് എഡ്യൂക്കേഷൻ, ഹ്യൂമനിസ്റ്റിക് ലേണിംഗ്, അതായത് ഇങ്ങനെയുള്ള ഇറാഷണൽ ലേണിംഗ് ഒന്നുമല്ല, ലോജിക്കൽ ആയിട്ടുള്ള സൂപ്പർസ്റ്റീഷ്യസ് ലേണിംഗ് ഒന്നുമല്ല. ഹ്യൂമൻ എന്ന് പറയുന്നതിന് ഒരുപാട് കേപ്പബിലിറ്റി ഉണ്ടെന്നും അവർക്ക് ഒരുപാട് ഡിസ്കവറീസ് നടത്താൻ പറ്റുമെന്നും അവർ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബീയിങ്സ് ആണ് എന്നും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ റിഫോർമേഷൻസ് ഒക്കെ സൊസൈറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്നും ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത് വളരെയധികം കേപ്പബിലിറ്റി ഉള്ള സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് വിശ്വസിച്ചിരുന്ന ലേണിംഗ് ആണ്. അതായത് ഹ്യൂമനെ സെന്റർ ആക്കിയിരുന്നത്. പണ്ട് സ്കൊളാസിസ്റ്റത്തിൽ അല്ലെങ്കിൽ മിഡീവൽ സ്കൊളാസിസ്റ്റത്തിൽ ആ ഒരു മിഡീവൽ ലേണിംഗിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഗോഡ് ആണ് സെൻട്രൽ. അങ്ങനെയുള്ള ഒരു ബ്ലൈൻഡ് ബിലീഫ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഫെയ്റ്റിലും ഒക്കെ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, അതായത് റിനൈസൻസിലേക്ക് വരുമ്പോൾ, ഈ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ സ്കോളേഴ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട്, റിനൈസൻസിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഹ്യൂമനിസ്റ്റിക് ലേണിംഗ് വന്നു. അതായത് ഹ്യൂമൻ സെന്റർ ആയി. ഹ്യൂമൻ ആണ് എല്ലാത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഹ്യൂമൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള ഒരു സ്കോപ്പ് ഉള്ള ഒരു കാര്യമാണ് ഹ്യൂമൻ എന്ന് പറയുന്ന ഹ്യൂമൻ മൈൻഡ്. അപ്പം അത് സെന്റർ ആയി മാറി. എല്ലാ കാര്യത്തിനും സെന്റർ ഗോഡ് റീപ്ലേസ്ഡ് ആയിട്ട് അവിടെ ഹ്യൂമൻ ആയി. ആ ഒരു ഹ്യൂമനിസ്റ്റിക് ലേണിംഗ് പ്രൊമോട്ട് ചെയ്തിരുന്ന ആൾക്കാരാണ് തോമസ് മൂർ ആൻഡ് റോജർ ആഷം. ഓക്കെ, ഇവര് രണ്ടുപേരെയും എങ്ങനെയാണ് ഈ ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റുകൾ അവരെ അവേക്കൻ ചെയ്തിരുന്ന, അവർക്ക് പുതിയൊരു എൻലൈറ്റ്മെന്റ് കൊടുത്ത ആൾക്കാരാണ് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ ടെക്സ്റ്റുകൾ, അല്ലെ? അതേപോലെ തന്നെ ആയിരിക്കണം ഇംഗ്ലീഷ് ഈ ഇന്ത്യ സബ് കോണ്ടിനെന്റിലും. അങ്ങനെയാണ് മാപ്പിലെ പറഞ്ഞത്. അതായത് ഇന്ത്യൻ നേറ്റീവ്സിന് ഇംഗ്ലീഷ് എന്നുള്ളത് അവരെ എൻലൈറ്റൻ ചെയ്യിപ്പിക്കുന്ന, അവരെ മോഡേണിറ്റിയിലേക്ക് നയിപ്പിക്കുന്ന ഒരു കാര്യമായി മാറണമെന്നാണ് ഇവിടെ മാക്കിലെ പറഞ്ഞു വെക്കുന്നത്. ഇതിന് ഒരുപാട് ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ഒരു ക്രിട്ടീക്ക് എന്ന് പറയുന്നത് H.H. വിൽസൺ ആൻഡ് W.H. മാക്നോട്ടൻ എന്ന രണ്ട് ഓറിയന്റലിസ്റ്റുകൾ പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതായത് ഓറിയന്റലിസ്റ്റ് ഞാൻ പറഞ്ഞു അല്ലെ, യൂറോപ്യൻസ് ആണെങ്കിൽ പോലും അവര് ഇവിടെയുള്ള ക്ലാസിക്കൽ ലാംഗ്വേജസ് എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നതും അല്ലെങ്കിൽ ക്ലാസിക്കൽ ലേണിംഗും ഓറിയന്റൽ ലാംഗ്വേജസ്, റീജിയണൽ ലാംഗ്വേജസ് പ്രൊമോട്ട് ചെയ്തിരുന്ന യൂറോപ്യൻസ് ആയിരുന്നു. ഒരുപാട് സോഷ്യൽ കൾച്ചറൽ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാത്ത, നമ്മുടെ ജസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ മാത്രം ഇന്ത്യൻസിനെ ഭരിച്ചാൽ മതി എന്ന് വിശ്വസിച്ചുകൊണ്ടിരുന്നവരായിരുന്നു ഓൾഡ് പോളിസി മേക്കേഴ്സും അതേപോലെ തന്നെ ഓറിയന്റലിസ്റ്റുകളും. അങ്ങനെയുള്ള രണ്ടുപേരായിരുന്നു ഈ വിൽസണും മാക്നോട്ടനും. അവര് ഈ മിനിറ്റ് ഓൺ എഡ്യൂക്കേഷനെ പറ്റി ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞത് എന്താണെന്നറിയോ? അവർ വളരെയധികം ദേഷ്യപ്പെട്ട് പറയാണ്, മാക്വിലെ പോലൊരു മനുഷ്യന് ഒരുപാടൊന്നും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ താമസിച്ചിട്ടില്ല, അവരുടെ കൾച്ചറിനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടൊന്നും ഇല്ലാതെയാണ് മാക്വിലെ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കംപ്ലീറ്റ്ലി ഒരു കൾച്ചറിനെ, ഒരു നേഷനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെ, നെഗേറ്റ് ചെയ്യുന്ന രീതിയിലാണ്, വളരെയധികം ഇൻഫീരിയർ ആയിട്ട് കണ്ട്, വർത്ത്ലെസ് ആയി കണ്ട്, വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് മാക്വിലെ ആ മിനിറ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ അകത്ത് വിൽസന്റെയും മാക്നോട്ടിന്റെയും ക്രിറ്റിസിസം മിനിറ്റ് ഓൺ എഡ്യൂക്കേഷനിൽ. ഓക്കെ, അപ്പം ഇതുവരെ നമ്മൾ പഠിച്ചു. ഇനിയുള്ളത് അടുത്ത പാർട്ടിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ട്രെവലിയനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്റിനെ പറ്റി നമ്മൾ കൂടുതലായിട്ട് നെക്സ്റ്റ് പാർട്ടിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചത് നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ വായിച്ചും കൂടെ നോക്കണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.